ലീഗിനും വേണ്ടി സജീവമായി വർക്ക് ചെയ്യുന്ന ഈ പ്രവർത്തകൻ സ്വന്തം പതാക കീറിക്കളയണമെങ്കിൽ ഒന്നിരിക്കൽ അവന് മാനസികം വേണം. അത് ഡോക്ടർമാര് തെളിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചേളാരികളുടെ സംഘടനാ കളരിയിൽ നിന്ന് ഭിന്നിപ്പിന്റെ പ്രചോദനമായി പരിശീലിപ്പിക്കപ്പെട്ട കുത്തിത്തിരിപ്പിന്റെ മനഃശാസ്ത്രം വേണം. അതല്ലേ സുഹൃത്തുക്കളെ ഇതിലൊക്കെയുള്ളത്? നേരത്തെ പറഞ്ഞ പ്രതികളായി പിടികൂടപ്പെട്ട ആളുകൾ, അതുപോലെ ഇപ്പോൾ പിടികൂടിയ ആളുകൾ നോക്കൂ നിങ്ങൾ. കൊടിഞ്ഞി ചെറുപ്പാറയിലെ SKSSFന്റെ കമാനവും പതാകകളും നശിപ്പിക്കുകയും തൊട്ടടുത്തുള്ള ലീഗിന്റെ കൊടിമരം തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ലീഗിന്റെ കൊടിമരം നശിപ്പിച്ചതായി ലീഗ് വാർഡ് സെക്രട്ടറി അബ്ദുൽ കബീർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. അതിനിടെ ബോർഡുകൾ നശിപ്പിച്ചത് സുന്നി പ്രവർത്തകരാണെന്ന് പറഞ്ഞ് SK പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. ബോർഡ് നശിപ്പിച്ച സ്ഥലത്തു നിന്ന് കളഞ്ഞു കിട്ടിയ മാച്ചാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. അതങ്ങനെയാണ്, ശൈത്താൻ പിത്തലൊക്കെ ഉണ്ടാക്കണല്ലേ. അപ്പൊ എന്തെങ്കിലും ഒന്ന് അവിടെ വാക്കിച്ചിട്ടേ പോവുള്ളൂ. അന്ന് വാക്കിച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ഓല കൊണ്ടൊരു കുപ്പി കുടിപ്പിച്ചിട്ട് അങ്ങാടിയിൽ ഉത്സരിപ്പിച്ചു. ഇങ്ങനെ ഏതെങ്കിലും കോലത്തിൽ സഹോദരന്മാരെ അത് ജനങ്ങളടിയിൽ വെളിച്ചത്ത് വരും. ഇത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, വേറെ ഒരു സംഭവം. ഇതെവിടെയാണ്? ഇത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഭാഗത്താണ്. ഇത് അതിനേക്കാളും രൂക്ഷമാണ്. പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം, 2 പേർ അറസ്റ്റ് ചെയ്തു. ഇതൊന്നും രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളുടെ വിഷയമല്ല പറയുന്നത്. ഇത് എവിടെയാണ്? വരക്കൽ തങ്ങൾ സുന്നത്തിയമായിട്ടുണ്ടാക്കാൻ പടുത്തുയർത്തി എന്ന് പറഞ്ഞ് സമുദായത്തിന്റെ എല്ലാ പള്ളിവിനാരങ്ങളുടെയും മോതായങ്ങൾ കയറിയിരുന്ന് അഹങ്കരിക്കുന്ന പ്രബോധക സംഘം ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരങ്ങളാണ്. നാദാപുരം EKAP വിഭാഗം സുന്നികളുടെ പോസ്റ്റർ കീറുന്നത് പതിവായ മുടവന്തേരി കുഞ്ഞിപ്പുരമുക്കിൽ പോസ്റ്റർ കീറുന്നതിനിടെ 2 പേർ പിടിയിൽ. എന്താണ് വിഷയം സുഹൃത്തുക്കളെ? ഈ പ്രദേശത്ത് നോട്ടീസ് ഒട്ടിക്കുമ്പോ EAP-ക്കാരുടെ പോസ്റ്ററും ഈറ്റക്കാരുടെ പോസ്റ്ററും കീറാൻ, എന്നിട്ട് EAP-ക്കാരത് തൂക്കൊപ്പിക്കാൻ വേണ്ടി കീറാൻ. കീറിയത് മാത്രമല്ല, കീറിയതിന്റെ പിറ്റേന്ന് പൊരിഞ്ഞ പ്രകടനം. എവിടെ? അങ്ങാടിയിൽ. ആരാ പ്രകടനം നടത്തുന്നത്? SK-ക്കാര് പ്രകടനം നടത്താൻ. എന്തിന്റെ പേരിൽ? SK-ക്കാരുടെ പോസ്റ്റർ രാത്രി EAP-ക്കാരാണ് കീറിയത് എന്ന് പറഞ്ഞ് അങ്ങാടികളിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ. ആര്? ചേളാരി സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ. ആ പ്രകടനത്തിൽ അവർ വിളിക്കുന്നതോ അറക്കുന്ന വെറുക്കുന്ന അശ്ലീലമായ ചുവകളുള്ള പ്രകോപനപരമായ വാക്കുകളുള്ള ആശയങ്ങളാണ് സുഹൃത്തുക്കളെ ആ പ്രകടനത്തിൽ അവർ വിളിച്ചു പറയുന്നത്. വരക്കൽ തങ്ങൾ പാപ്പാന്റെ സമസ്ത കൊല്ലുകും പിന്നാരി ഇല്ലാമില്ലത്തും വായിതാന്ന് പറഞ്ഞു കൊടുത്ത് തങ്ങൾ പാപ്പ സ്വർഗത്തേക്ക് തീരെ എഴുതി കൊടുത്ത കുട്ടികളെ അല്ലേ? ആ സ്വർഗം ഏതേക്കാരം അബൂജഹല് പോണതാകുമോ? ഞമ്മക്കറിയില്ല. ഈ അറുവച്ചവടക്കാരെ ചേളാരി സംസ്ഥയിലുള്ളൂ. വെട്ടത്തിന്റെ വർത്താനം, ഭാര്യക്കും എന്ന് ഇറച്ചൂരണ വർത്താനം, 1 കിലോ തൂക്കിക്കൊടുക്കണ വർത്താനത്തിനൊക്കെ ആയിട്ട് നല്ല ഫസ്റ്റാ. സ്വർഗത്തിൽ ഇതാ പണി എന്നൊക്കെ തങ്ങൾ പാപ്പ കരുതിയാവോ? അപ്പൊ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഇവിടെ ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കാൻ എന്തിന്റെ പേരിൽ? തലേ ദിവസം രാത്രി കീറിയെറിഞ്ഞ SK-ക്കാരന്റെ പോസ്റ്റർ, അത് കീറിയത് EAP-ക്കാരാന്ന് മനസ്സിലാക്കി. നടമ്മൽ പൊയിലിനും പുത്തൂരിലും അടക്കം ഈ പ്രാസ്ഥാനിക നേതാക്കളെ കൃത്യമായി ഇടപെട്ടതുപോലെ നമ്മുടെ നേതാക്കൾ അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങളല്ല പോസ്റ്റർ കീറിയത്, ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരുടെ കാര്യം ബോധ്യപ്പെടുത്തി. അതുകൊണ്ടായില്ലല്ലോ കീറിയോനെ കിട്ടണ്ടേ. അന്ന് CCTV ക്യാമറ അത്ര രംഗത്തില്ലാത്ത കാലായതുകൊണ്ട് നമ്മളെ പ്രവർത്തകരെന്നെ TV ആയി. അങ്ങനെ
ഒരു രാത്രി എന്തു ചെയ്തു? ആരാണ് ഈ പോസ്റ്റർ കീറുന്നത് എന്നറിയാൻ എസ്കക്കാരന്റെ നോട്ടീസ് കീറുന്ന പ്രതികളെ പിടിക്കാൻ SSFകാർ രാത്രി ഉറപ്പൊഴിച്ച് കാത്തുന്നു. അതെന്തുകൊണ്ടാ? എസ്കക്കാരന്റെ പോസ്റ്റർ കാത്താൻ ദീനിന് പുണ്യം ഉണ്ടായിട്ടൊന്നല്ല, ഒരു ഫിറ്റിനല്ലാതെ എത്തിയ പഠിച്ചവർക്ക് കൂലിട്ടു. അതിനു വേണ്ടി ഉറക്കൊഴിച്ചതാണ്. രാത്രി നമ്മളെ പ്രവർത്തകർ ഉറക്കൊഴിച്ചിങ്ങനെ നിൽക്കുമ്പോ ഏസക്കാരൻ കഴിഞ്ഞാണ്ട് നോട്ടീസ് ഒട്ടിച്ച് ചോറൊഴിച്ചു പോയി കിടന്ന എസ്കക്കാരന്റെ വൈകുന്നേരം ഒട്ടിച്ച അതേ പോസ്റ്റർ കീറാൻ നട്ടപ്പാതിരിക്ക് വരുന്നു. നാരായണത്ത് ഭ്രാന്തന്റെ ഏർപ്പാടെ ആ നോട്ടീസ് കീറാൻ വരാൻ SSFക്കാര് രണ്ടു കൈയും മുറുക്കി പിടിച്ചിട്ട് യൂത്ത് ലീഗുകാരെ കയ്യിലോട് കൊടുത്തു. ഇരുട്ടായതുകൊണ്ട് ആളെ തിരിഞ്ഞില്ല. ആദ്യം രണ്ട് കൊത്തി, പിന്നെ മോത്തുക്ക് നോക്കണത്. മോത്തുക്ക് നോക്കിയ പാരാര്യങ്ങളെ മോത്തുക്ക് നോക്കിയപ്പോ നാദാപുരത്ത് റെഡിമെയ്ഡ് ഷോപ്പുടമ മുളവന്തീരി കണ്ടോത്ത് താഴെക്കുനി മുനീർ 24 പെണ്ണിട്ടാത്ത കുട്ടിയെക്കാരൻ അതിനൊക്കെ ഒരു പെണ്ണ് കിട്ടണ്ടേ നാട്ടിൽ നിന്ന് ആലോചിച്ചു. ഈ പിത്തനക്ക് ബലക്കൂട്ടി വിടുന്ന മൂല്യമാര് 2-3 കെട്ടിയ ബാക്കിയാ. ഇക്കുട്ടിയാക്ക് പെണ്ണിട്ടണ്ടേ നാട്ടിലെ. ഇങ്ങനുണ്ടോ ചെറുപ്പക്കാരെ നാശാക്കുന്ന ഒരു കോലം? ഇനിയോ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കേ, ഷോപ്പിലെ ജീവനക്കാരനായ ഇടവലത്ത് അബ്ദുൾ